ചേട്ടാ ഒരൊറ്റ വെടിക്ക് താഴെയിട്ട് കളഞ്ഞല്ലോ. ആനയുടെ ഇറച്ചിയൊക്കെ ഉണ്ടായിരുന്നു, നന്നായിട്ട് കഴിച്ചോ? മോഹൻ സാറിനെ കൊന്നു കളഞ്ഞല്ലോ വീരപ്പ. ഇനി അടുത്ത ആന ചത്താലും എന്റെ തലയിൽ തന്നെ വരും ആ കുറ്റം. ഇനി ഇതങ്ങ് നിർത്തിയേക്ക്. ഇത് നിർത്തിക്കളഞ്ഞ പിന്നെ എന്ത് ജോലി ചെയ്യും? ചന്ദനത്തടി നിങ്ങൾ വെട്ടിക്കോ, ചെക്ക് പോസ്റ്റ് ഞാൻ നോക്കിക്കോളാം. ഇയാൾ എന്തൊക്കെയാ പറയുന്നത്? അതിന് നല്ല ഡിമാൻഡ് ഉണ്ടെന്നാ പറയുന്നേ. ഇങ്ങോട്ട് അങ്ങോട്ട് പോകും. എടുക്കെടുക്ക്, വേഗം എടുത്ത് അങ്ങോട്ട് വെക്കടാ, കയറ്റാൻ നോക്കടാ. അങ്ങനെ അങ്ങനെ അത് വേഗം മാറ്റിയേ, വേഗം കൊണ്ടുവാ, കൊണ്ടുവന്ന് കയറ്റേ. ബാക്കി കാശ് വാങ്ങിക്കൊണ്ട് വരണം. ഗുരുനാഥ, താഴെയുള്ള തടി മുഴുവനും മുകളിലേക്ക് കൊണ്ടുവരണം. ശരി ശരി. ആരുടെ വണ്ടി? വീരപ്പഞ്ചേട്ടൻ്റെ സാർ. ഓ അത് ശരി. തുറന്നു കൊടുക്ക്. വണ്ടി നിർത്ത്, മുകളിൽ കയറി നോക്ക്. ചെല്ലേ വേഗം, പുറകെ പോയി ചെക്ക് ചെയ്ത് നോക്ക്. വണ്ടി മുഴുവൻ ചന്ദ്രത്തടിയാ സാർ. എല്ലാം നന്നായിട്ട് നോക്ക് സാർ. ആനക്കമ്പും ഉണ്ട്. വേഗം സീൽ ചെയ്. എത്ര ഫോറസ്റ്റുകാരുടെ തല പോയാലും സാരമില്ല, ഞാൻ ഉണ്ടാക്കിയ ചന്ദന ഇവിടെ വരണം. കിഷോറേ, എന്താ വിശന്നിട്ട് ബയ്യടാ, എന്തെങ്കിലും കഴിക്കാം. വരുന്നു. ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുക, ഒന്ന് റെസ്റ്റ് എടുക്കണം. നിങ്ങൾ കഴിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വാ. ശരി സാർ. അല്ല, ആനയുടെ കൊമ്പൊക്കെ കളഞ്ഞിട്ട് വീരപ്പൻ ചന്ദനമരം തേടി ഇറങ്ങിയിരിക്കാം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചന്ദനമരം കടത്തിയാലും ആനക്കൊമ്പ് കടത്തിയാലും നമ്മൾ വേണ്ട ഇതിനെ പിടിക്കാൻ. ഗോവിന്ദ, ഡ്രൈവറിനെ വിളിക്കോ. ഓടിവാ ഗോവിന്ദ, വേഗം ചന്ദനമരം നിന്റെ അച്ഛന്റെ സ്വത്തൊന്നും അല്ലല്ലോ, ഒന്നുകളേടാ ഇവനാ. വണ്ടി എടുത്തോണ്ട് വേണം. ഫോറസ്റ്റുകാരൻ നമ്മുടെ വണ്ടി പിടിക്കുന്ന ഒന്ന് കാണട്ടടാ.